മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി 2 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് LDF നേതൃത്വത്തിൽ ദുരന്തബാധിതരുടെ സത്യാഗ്രഹം അവിടെ നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, കുറച്ച് നാളുകളെ ഈ ദുരന്തമുണ്ടായി കഴിഞ്ഞും അതിന് ആ സമയത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് അവിടെ എത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തതാണ്. അന്ന് മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് വ്യക്തമായ രീതിയിലുള്ളൊരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന്. പക്ഷേ അതുണ്ടായിട്ടില്ല ഈ നിമിഷം വരെയും. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ വി ശിവദാസൻ MP സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മുതൽ പകൽ 1 വരെയാണ് സത്യാഗ്രഹം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ഉൾപ്പെടെ 1000-ലേറെ പേർ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുമെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി അനൂപാണ് ചേരുന്നത്. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ വളരെ നാളുകളായിട്ടുള്ള ആവശ്യം, ദുരന്തമുണ്ടായി കഴിഞ്ഞ അവിടുത്തെ സാഹചര്യമൊക്കെ അത്രത്തോളം നമുക്കറിയാം കഠിനമായിരുന്നു. ഇപ്പോഴും അതൊന്നും മറികടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുമുള്ള ഒരു സഹായ മനസ്കത കാണുന്നില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി വളരെ രീതിയിൽ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതിൽ യാതൊരു നടപടിയും കാണുന്നില്ല. ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാകുന്ന കൂടുതൽ വിവരങ്ങൾ? പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു ദുരന്തം അതിജീവിച്ചെത്തിയ ഒരു ജനത സഹായത്തിനായി വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കേന്ദ്രം ആ ജനതയെ തള്ളിവിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് ആ മേഖലയിലെ ദുരന്തബാധിതർ ഉൾപ്പെടെ ഉള്ളവരെ അണിനിരത്തി LDF ജീവിതത്തിൽ ഒരു വലിയ സമരം സംഘടിപ്പിക്കുകയാണ്. ഒരു ഉപവാസ സത്യാഗ്രഹ സമരമായാണ് ആദ്യഘട്ടത്തിൽ ഈ സമരത്തെ LDF സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങി. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ആ സമരം. MP ശിവദാസ് സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഉച്ചയ്ക്ക് 1 മണി വരെ ഈ സമരം നീളും. ഈ സമരത്തിന്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിലാണ് LDF ആലോചിക്കുന്നത്. അതിനുശേഷം അടിയന്തര ധനസഹായങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ സമരം വലിയ വിപുലമായ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ആലോചനയും LDF നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ആ പ്രാഥമിക ഘട്ട സമരം നടക്കുകയാണ്. നാം പറഞ്ഞതുപോലെ ഈ വയനാട്ടിൽ ഈ വലിയ ദുരന്തമുണ്ടായതിനു ശേഷം മഴക്കെടുതികളുണ്ടായ മറ്റ് വിവിധ സംസ്ഥാനങ്ങൾക്കെല്ലാം വാരിക്കോരി ധനസഹായം നൽകുന്ന നിലപാട് കേന്ദ്രത്തിനുണ്ടായിരുന്നു. തെലങ്കാനയിലാവട്ടെ, ആന്ധ്രയിലാവട്ടെ, ബീഹാറിലാവട്ടെ, അതുപോലെ തന്നെ ത്രിപുരയിലെല്ലാം ഈ വിധത്തിലുള്ള ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുകയും വലിയ രീതിയിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിധത്തിലുള്ള ധനസഹായം നൽകുകയും ഉണ്ടായി. എന്നാൽ കേരളത്തോട് തികഞ്ഞ അവഗണന പുലർത്തുകയും ചെയ്തു. അത് പ്രധാനമായും LDF ഉൾപ്പെടെ കാണുന്നത് ഒരു ഫെഡറൽ തത്വങ്ങൾക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു നിലപാടായാണ്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഒരു സമരം എന്ന രീതിയിൽ LDF ഈ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അത്രയും പെട്ടെന്ന് കേന്ദ്ര സഹായം അനുവദിക്കുക എന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. അത് തന്നെയാണ് ഈ സമരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. നമുക്കറിയാം, സംസ്ഥാനം ഇക്കാലത്തിനിടെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം 1 മാസത്തിനിടെ താൽക്കാലിക പുനരധിവാസം നടപ്പാക്കി. അതിനുശേഷം സ്ഥിര പുനരധിവാസം എന്ന വലിയ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു. കൽപ്പറ്റയിലും നെടുമ്പാലയിലും അതിനായി സ്ഥലം കണ്ടെത്തി സ്ഥലം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. ഏതാണ്ട് 761 പേർക്ക് ആണ് ഈ ആദ്യഘട്ടത്തിൽ അവർക്ക് ഈ സ്ഥിര പുനരധിവാസ നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. അതിനായി വിവിധ ഘട്ടങ്ങളായി വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരം ഈ സ്ഥലങ്ങളിൽ അവരെ മാറ്റി പാർപ്പിക്കുന്നതിനോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ നടത്തുന്നു. അതോടൊപ്പം അവർക്ക് സാമ്പത്തിക സഹായം ആ വിധത്തിൽ നേരത്തെ തന്നെ നൽകി. അടിയന്തര ധനസഹായം, അതോടൊപ്പം വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ സംസ്ഥാനം കാര്യക്ഷമമായി തന്നെ ആ ദുരന്തം നടന്ന് പിന്നീടുള്ള ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ധനസഹായം ഉൾപ്പെടെ വിതരണം ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും കേന്ദ്ര വാടക കൊടുക്കുന്നു. ഓരോ വീട്ടുകാർക്കും പ്രതിമാസ വാടക കൊടുക്കുന്നു. പ്രതിദിനത്തിൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ സമാശ്വാസ തുക സർക്കാർ നൽകുന്നു. ഈ വിധത്തിൽ ദുരന്ത ബാധിതർക്ക് ആശ്വാസകരമായ എല്ലാ നടപടികളും സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് പൂർത്തീകരിക്കുമ്പോഴും ഇത് തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സാമ്പത്തിക ആവശ്യം സംസ്ഥാനത്തിന് മുന്നിലുണ്ട്. അതിന് കേന്ദ്ര സഹായം അനിവാര്യമാണ്. സാധാരണഗതിയിൽ ഈ ദുരന്തം നടന്ന് ഒരു മാസത്തിനുള്ളിലെങ്കിലും ഈ ധനസഹായം ലഭ്യമായാൽ മാത്രമേയാണ് ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് ഈ വലിയ ദുരന്തത്തിന്റെ ഒരു ആഘാതം വലുതാണ്. അത് ബാധിക്കപ്പെട്ടവരുടെ എണ്ണം വലുതാണ്. ആ സാഹചര്യത്തിൽ ഈ അടിയന്തര ധനസഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഈ അനുകൂല നിലപാടില്ല. അത് മാത്രമല്ല, ആ വിധത്തിൽ കേന്ദ്ര സംഘം കഴിഞ്ഞ സെപ്റ്റംബർ 17 സംസ്ഥാനം വിപുലമായ 1202 കോടിയുടെ ഒരു നിവേദനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പ് കേന്ദ്ര സംഘം തന്നെ സ്ഥലത്തെത്തി ഈ ദുരന്തത്തിന്റെ ആഘാതം സംബന്ധിച്ച് വിലയിരുത്തുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്തതാണ്. ആ വിധത്തിലുള്ള റിപ്പോർട്ടുകളും നിവേദനങ്ങളും എല്ലാം സംസ്ഥാനത്തിനും ഉണ്ടായിട്ടും ഈ വിധത്തിലുള്ള അവഗണന തുടരുകയാണ്. ഏതായാലും അതിനെതിരെയാണ്
ശക്തമായ പ്രതിഷേധം ദുരന്തബാധിത മേഖലയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ശരി അനൂപ, എന്തായാലും മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി 2 മാസം പിന്നിട്ടും കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് LDF-ന്റെ നേതൃത്വത്തിൽ ദുരന്ത ബാധിതരുടെ സത്യാഗ്രഹം നടക്കാൻ പോകുന്നത്.